ത്രിയേക ദൈവത്തിന് സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഒരു രാത്രി യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന നിക്കോദെമോസ് എന്ന പരീക്ഷ പ്രമാണിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവർ തമ്മിൽ നടന്ന സംഭാഷണത്തിനിടയിൽ നിക്കോദെമോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങളുടെ രാത്രിയെയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ രാത്രിയെയും യേശുവിൻ്റെ അരികിൽ വന്നു എന്ന് കൂടെയുള്ളവർ അറിഞ്ഞാൽ എന്താകും എന്ന ചിന്ത ഉൾപ്പെടെ ഇത്തരം രാത്രി അനുഭവങ്ങളുടെ ഇരുട്ട് മാറ്റി പ്രകാശത്തിൻ്റെ കിരണങ്ങളെ അവനിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു ദിവ്യ സ്നേഹ രംഗമാണ് ഈ വേദഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. കാറ്റ് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വാക്യം 8. തിരിച്ചറിയാതെ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ ചൈതന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. പലതിനെയും പലരെയും തിരിച്ചറിയാതെ പോകുന്ന കാലത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. കാറ്റ് നമ്മുടെ ചുറ്റും വീശുന്നുണ്ട്. എപ്പോഴും കാറ്റ് ഒരു ആശ്വാസവുമാണ്. കാറ്റ് എല്ലാത്തിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നുണ്ട്. അത് ദിശയെ നിയന്ത്രിക്കുന്നു. കാറ്റ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെ കാറ്റിൻ്റെ നന്മയെ അനുഭവിക്കുന്നുണ്ടെങ്കിലും കാറ്റിൻ്റെ ശക്തിയിൽ വളരുകയും ചലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാറ്റിനെ വേണ്ട വിധം ധ്യാനിക്കാതെ പോകുന്നത് പോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന ദൈവാത്മാവിൻ്റെ ഇടപെടലും സാന്നിധ്യവും അറിയാതെ പോകുന്നതും. അതാണ് നിക്കോദെമോസിൻ്റെ ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാന കാരണവും. പക്ഷേ സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവ് ആത്മാവിനെ കാറ്റിനോട് ഉപമിച്ച് അവതരിപ്പിച്ചപ്പോൾ ദൈവാത്മാവിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നിക്കോദെമോസിന് കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. ചുരുക്കത്തിൽ ദൈവാത്മാവിൻ്റെ ചൈതന്യം ചുറ്റിലുമുണ്ട്. ജീവിതാനുഭവങ്ങളിലും പ്രവർത്തന മേഖലകളിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതും വളരുന്നതും ചലിക്കുന്നതും എല്ലാം. പക്ഷെ അത് തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മൾ ഒരു ചൈതന്യവുമില്ലാതെ രാത്രിയുടെ അനുഭവങ്ങളിൽ അലയേണ്ടി വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൻ്റെ ദിശ മാറും, ജീവിതത്തിൻ്റെ ഭംഗിയും വർദ്ധിക്കും. അത് ഉറപ്പാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് തന്നെ. വാക്യം 15. വിശ്വസിക്കുക എന്നാൽ യേശു കർത്താവിൻ്റെ ജീവിത വിശ്വാസ ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. യേശു കർത്താവിൻ്റെ വിശ്വാസം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ഉള്ളങ്ങളെ അറിയുന്നതിന് സഹായിക്കുന്ന വിശ്വാസമാണ് അത്. യേശു കർത്താവിന് പിതാവിൻ്റെ മനസ്സറിയാൻ കഴിയുന്നതും തൻ്റെ മുമ്പിൽ വരുന്ന ആരുടെയും, അത് ചോദ്യങ്ങളായി വരുന്നവരുടെയും അന്വേഷകരുടെയും തളർന്നവരുടെയും തകർന്നവരുടെയും നിസ്സഹായരായവരുടെയും ഒക്കെ മനസ്സ് വായിക്കാൻ സഹായിക്കുന്ന ഒരു വിശ്വാസമാണ് യേശു കർത്താവിൻ്റേത്. പുറമേ ഉള്ളതിനേക്കാൾ ഉള്ളത്തിലുള്ളത് കാണുവാൻ സഹായിക്കുന്ന ദിവ്യ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത വിശ്വാസമാണ് യേശുവിൻ്റേത്. അതുകൊണ്ടാണ് നിക്കോദെമോസിനെ പോലെ വലിയൊരു മത നേതാവ് വന്നു നിന്നപ്പോഴും യേശു കർത്താവ് അദ്ദേഹത്തെ തള്ളാതെ ഉള്ളം അറിഞ്ഞ് ഇടപെടുന്നത്. നയിൻ പട്ടണ കവാടത്തിൽ വെച്ച് വിധവയായ ഒരമ്മയുടെ ഏകജാതനായ മകൻ്റെ മൃതശരീരവും ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ട യേശു ഉടനെ അമ്മയോട് കരയേണ്ട എന്ന് പറയുന്നതും, പിന്നെ ആ മകനെ മരണത്തിൻ്റെ നിശബ്ദതയിൽ നിന്നും ആ വിലാപ യാത്രയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമൊക്കെ യേശു കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടമായ ഭാവമാണ്. നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ മനസ്സറിയാൻ നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല ചുറ്റുമുള്ളവരുടെ മനസ്സറിയാനും അങ്ങനെ അവരുടെ അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിലത് ചെയ്യുവാനുമൊക്കെ നമ്മെ സഹായിക്കുന്ന വിശ്വാസമാകട്ടെ. അതാണ് വിശ്വാസം. ആ വിശ്വാസമാണ് നിത്യജീവനിലേക്ക് നയിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
വാക്യം 16. ആരും നശിക്കരുത് എന്ന് ആശിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ വരി. യേശുവും നിക്കോദെമോസും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിനിടയിൽ അടർന്നു വീണ ലോകത്തിന് കിട്ടിയ മനോഹരമായ ഒരു വാക്യമാണ് ഇത്. മക്കൾ നശിച്ചു പോകാൻ ഒരപ്പനും ആഗ്രഹിക്കാത്തതുപോലെ ഒരാളുടെയും നാശം പിതാവാം ദൈവത്തിന് സഹിക്കുന്നതല്ല. കർത്താവ് നിക്കോദെമോസിനും അത്രയ്ക്കും സമയം അനുവദിച്ചു കൊടുത്ത് അവൻ്റെ ഉള്ളിലും സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ വിത്ത് വിതറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്ര നേരം അവനോട് ഇടപെടുന്നത്. നിക്കോദെമോസ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് മനസ്സുകൊണ്ട് യേശു ശിഷ്യനായിട്ട് തന്നെയാണ് എന്നാണ് വിചാരം. ദൈവം താണിറങ്ങി വന്ന് നാശത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിച്ചിരുന്ന ഒട്ടേറെ ആളുകളെ വഴി തിരിച്ചുവിട്ട് രക്ഷിക്കുന്നതിൻ്റെ കഥകൾ ഒട്ടേറെ ഉണ്ട്. ഇന്നും കർത്താവിൻ്റെ സ്നേഹം ഒരുപാട് പേർക്ക് നവജീവൻ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ആരും നാശത്തിലേക്ക് യാത്ര ചെയ്യാതിരിക്കട്ടെ. അതിന് ദൈവസ്നേഹം ഈ ഭൂമി മുഴുവൻ നിറയട്ടെ. അങ്ങനെ എല്ലാവർക്കും ഇനിയും നവജീവൻ ലഭിക്കാൻ വഴി ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.